ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 2-നെതിരെ 3 ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചിട്ടുള്ളത്. മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിന്നിരുന്നു. അപ്പോൾ ആരാധകർക്ക് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പതിവ് പോലെ ബ്ലാസ്റ്റേഴ്സ് അവസാനത്തിൽ കൂടുതൽ ഗോളുകൾ വഴങ്ങിക്കൊണ്ട് മത്സരം കൈവിടുകയും ചെയ്തു. ഇതിൽ നിർണായകമായത് മോഹൻ ബഗാന്റെ 2 സബ്സ്റ്റിറ്റ്യൂഷനുകളാണ്. അതായത് മത്സരത്തിന്റെ 79ാമത്തെ മിനിറ്റിലാണ് ആഷിഖ് കുരുണിയനും അതുപോലെ തന്നെ ജേസൺ കമ്മിങ്സും കളിക്കളത്തിലേക്ക് വന്നത്. ടോം ആൽഡ്രഡ്, ലിസ്റ്റൺ എന്നിവരായിരുന്നു കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങിയത്. അതാണ് മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റായി മാറിയത്. പ്രത്യേകിച്ച് മലയാളി താരമായ ആഷിഖാണ് ഈ ഒരു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത്. കേവലം 11 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. പകരക്കാരനായി വന്ന താരം മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മത്സരത്തിന്റെ 79ാം മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്ന അദ്ദേഹം 86ാമത്തെ മിനിറ്റിൽ കമ്മിങ്സ് നേടിയ ആ ഒരു ഗോളിന് കാരണക്കാരനായി അദ്ദേഹത്തിൻ്റെ ആഷിഖിൻ്റെ ഒരു പരിശ്രമ ഫലമായിക്കൊണ്ടാണ് ആ ഗോൾ പിറക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവിയിൽ നിർണായക പങ്ക് വഹിക്കാൻ ഈ ഒരു മലയാളി താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ മിനിറ്റുകൾ മാത്രം കളിച്ച താരം 2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ഫൈനൽ തേർഡിലേക്ക് 9 പാസുകൾ നൽകി, 2 ഡ്രിബിളുകൾ വിജയകരമായി പൂർത്തിയാക്കി, 4 ഡുവൽസ് വോൺ ചെയ്തു, 24 ടച്ചുകൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. അങ്ങനെ വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ വിനയായിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിലെ ഏറ്റവും വലിയ പോരായ്മ ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതേസമയം മോഹൻ ബഗാന്റെ ഏറ്റവും കരുത്ത് അവരുടെ ബെഞ്ചിലും ഒരു പിടി സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.